കെട്ടുറപ്പോടെ UDF നേതൃത്വം മുന്നോട്ട് പോയാൽ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബഹുദൂരം മുന്നിലെത്താൻ കഴിയും എന്ന് UDFന് കൃത്യമായി അജണ്ടയുണ്ട്. 80 സീറ്റിലധികം ഏറ്റവും കുറഞ്ഞ പക്ഷം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്തുകൊണ്ട് UDF ചരിത്ര വിജയം നേടിയെടുത്താൽ മാത്രമേ ഇടതുപക്ഷത്തിനെ കടപുഴക്കി എറിയാൻ കഴിയുകയുള്ളൂ എന്നതും BJPയുമായുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന് ഒരു കൃത്യമായ ചുട്ട മറുപടി നൽകാൻ കഴിയുകയുള്ളൂ എന്നതും ഇപ്പോൾ കോൺഗ്രസിൻ്റെ കോർ കമ്മിറ്റിയിൽ തന്നെ വന്നിരിക്കുന്ന ഒരു രൂപരേഖയാണ്. കോൺഗ്രസ് ഏറ്റവും കൂടുതൽ നിർണായകം ആയി കണക്കാക്കുന്നത് അവർ ഒറ്റയ്ക്ക് എത്ര സീറ്റ് നേടിയെടുക്കും എന്നുള്ളതാണ്. 90-ൽ കൂടുതൽ നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ പക്ഷം 50 സീറ്റെങ്കിലും വിജയിക്കുക. അതിൽ കൂടുതൽ കിട്ടുന്ന ഓരോ സീറ്റും വലിയ ഒരു വിജയത്തിൻ്റെ നാഴികക്കല്ലാണ്. മുസ്ലിം ലീഗിന് സ്ട്രൈക്ക് റേറ്റ് കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി 15-ൽ കൂടുതൽ സീറ്റ് അവർക്ക് ഉറപ്പായും കിട്ടുന്ന സാഹചര്യമാണ്. അതുപോലെ തന്നെയാണ് മറ്റുള്ളവർ എല്ലാം കൂടി ചേർന്ന് ഏറ്റവും കുറഞ്ഞത് അവരുടെ പക്ഷത്തു നിന്നും ഒരു 10 സീറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ കിട്ടിയാൽ പോലും കോൺഗ്രസ് 45 മുതൽ 50 സീറ്റ് വരെ നേടിയെടുത്തേ മതിയാകൂ എന്ന സാഹചര്യമാണ്. അതുകൊണ്ടാണ് K. സുധാകരൻ കൃത്യമായി പറഞ്ഞത് ഇതൊരു മസ്റ്റ് വിൻ സിറ്റുവേഷനാണ്, ഇതൊരു ഡു ആൻഡ് ഡൈ മാച്ച് പോലെയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 111 ഒന്നാം സ്ഥാനത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും വലിയ രീതിയിലുള്ള വിജയം കൈവരിച്ചപ്പോൾ ഇടതുപക്ഷം 19 സീറ്റിലേക്ക് ചുരുങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. 10-ൽ കൂടുതൽ സീറ്റുകളിൽ BJP ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നത് വലിയ തോതിൽ ആശങ്ക പടർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതിലെടുത്തു പറയേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് BJP CPIM കൂട്ടുകെട്ട് കൃത്യമായും കോൺഗ്രസിനെ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കാൻ വേണ്ടിയുള്ള ഒരു ധാരണ എന്ന രീതിയിലേക്ക് നീങ്ങുകയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ്. അതിനുവേണ്ടി CPIMന് ചില സീറ്റുകളിൽ വലിയ തോതിലുള്ള അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ വോട്ട് ബാങ്കിൽ 15% വോട്ട് ഷെയറുള്ള BJP ശ്രമിക്കുകയാണെങ്കിൽ അതിനെ മതേതര പ്രസ്ഥാനങ്ങളെല്ലാം ഒന്നോട് ചേർന്ന് നിന്ന് പൊരുതണം എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന സമവാക്യം. രമേശ് ചെന്നിത്തലയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ തന്നെ AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലും ശക്തമായി ഇപ്പോൾ ചർച്ചകൾ നടത്തി വരികയാണ്. സ്വതസിദ്ധമായ ശൈലിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഉണ്ടായേക്കാവുന്ന ഗ്രൂപ്പ് പോരുകളെയെല്ലാം തകർത്തെറിയാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവരുടെ എല്ലാം കൂട്ടത്തിൽ ഉണ്ടാകുന്നത്. KPCC അധ്യക്ഷനായ K. സുധാകരൻ പറയുന്ന പ്രകാരം പിണറായിസത്തിനെ ആട്ടി ഓടിച്ചുകൊണ്ട് കമ്മ്യൂണിസത്തെ എന്നേക്കുമായി തകർത്തെറിയുന്ന ഒരു ഉജ്ജ്വല വിജയം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുകൾ 20-ൽ നേടിയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ൽ കൂടുതൽ സീറ്റുകൾ നേടുക അസാധ്യമൊന്നുമല്ല. 2001-ൽ AK ആന്റണിയുടെ നേതൃത്വത്തിൽ 100-ൽ കൂടുതൽ സീറ്റ് നേടിക്കൊണ്ട് ചരിത്ര വിജയം നേടിയെടുത്ത UDFന് ഇനിയും അത് നേടിയെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. 2 തവണയായി അധികാരത്തിന്റെ പുറത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണം സ്വാഭാവികമാണ്. എന്നാൽ ജനങ്ങൾ പിണറായി വിജയന്റെ ദുർഭരണത്തിൽ പൊറുതിമുട്ടി സ്വജനപക്ഷപാതം ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നത് കാരണം CPIMന്റെ അണികൾ വരെ വലിയ തോതിൽ അതിനെതിരെ തെരുവ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൊല്ലം ജില്ലാ സമ്മേളനത്തിലും അതുപോലെ നിരവധിയായിട്ടുള്ള ജില്ലാ കമ്മിറ്റികളിലും ഉയരുന്ന അതിരൂക്ഷമായ വിമർശനം അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്.